ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്നിപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞാവേനെയും കൊണ്ട് വിനായക ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അവനെ നമ്മൾ അവിടെ കാണിക്കാൻ പോവാണ്. ഒരാഴ്ചയായി അവന് എന്തൊക്കെയായി, വെയിറ്റ് ഒക്കെ എത്രയുണ്ട്, ഡോക്ടറിനെ കാണിക്കാൻ പോവാണ്. അപ്പം നമ്മൾ പോകുന്ന വഴിക്കുള്ള വിശേഷമാണ് നിങ്ങളെ കാണിക്കുന്നത്. ഫോറസ്റ്റിൽ കൂടിയാട്ടോ നമ്മൾ പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ഇതാട്ടോ കാട്. വല്ല ആനിമൽസും ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. കൊറേ ഇല്ലയുണ്ട്, ഒടിഞ്ഞു പോയേക്കുക. കാടിൽ നല്ല ഫ്രഷ് എയറാ, സിറ്റിയിലെ പോലെ അല്ല. അവിടെ ഒരു ബോർഡിൽ ഡ്രൈവ് കെയർഫുള്ളി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പാലക്കാരൻ എന്ന് പറഞ്ഞ ബസ്സാണ് വരുന്നത്. കൊറേ മരം താഴെ പോയിട്ടുണ്ട്. ഇങ്ങനെ ഒടിഞ്ഞതാണോ, ആന ചവിട്ടിയിട്ടതാണോ, അതോ ആരിൽ വെട്ടിയതാണോ അറിയത്തില്ല. നല്ല ബ്യൂട്ടിഫുൾ ആണ് ഈ ഫോറസ്റ്റ്. അവിടെ ഒരു വലിയ മരം ഒടിഞ്ഞു കിടക്കുന്നത് നിങ്ങൾ കണ്ടായിരുന്നോ? നമ്മള് പോകുന്നേ അറിയില്ല. കൊച്ചി എവിടുന്ന് എങ്ങോട്ടാ പോകുന്നേ? പുൽപ്പള്ളിന്ന് ബത്തേരിക്ക്. കൊറേ വലിയ വലിയ ചെടികളുണ്ട്. ആന ഇങ്ങോട്ട് കേറാതിരിക്കാനാട്ടോ വലിയ വലിയ ചെടി വെച്ചേക്കുന്നേ. വലുതാണ്. ഇങ്ങനെ മുള്ളാണോന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ചെടിയൊക്കെ കഴിഞ്ഞട്ടോ. അത് കഴിഞ്ഞപ്പോ ഇവിടെ മതിലാണ് കെട്ടി വെച്ചേക്കുന്നത്. മതില് അങ്ങോട്ടേക്ക് കൊറേ ഉണ്ടെന്നാ തോന്നുന്നേ. ഇവിടെ കൊറേ മരങ്ങൾ ഇങ്ങനെ അടുത്തായിട്ട് നിക്കുന്നുണ്ട് കേട്ടോ. ചെറിയ മരങ്ങള്, വലിയ മരങ്ങളും. നേരത്തെ കണ്ട പോലെയല്ല, അടുത്തടുത്തായിട്ടാ നിക്കുന്നത്. അതും പുറകോട്ടേക്ക് കൊറേ ഉണ്ട്. ഇത് കണ്ടിവിടെ ഒരു വളഞ്ഞ് തിരിഞ്ഞിരിക്കുന്ന മരം. ഇത് ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ വെട്ടിയിട്ടേക്കുവാട്ടോ. എന്നപ്പോ ഞാൻ ഓർത്തു കാറിന്റെ പുറകിൽ നിന്ന് കുറച്ച് വീഡിയോ എടുക്കാമെന്ന്. അന്നത്തേക്കും കാട് കഴിഞ്ഞട്ടോ. അത് കഴിഞ്ഞുള്ളത് കാണിക്കാം. കാറിന്റെ പുറകിൽ നിന്ന് ഇങ്ങനെയൊക്കെ ആട്ടോ കാണാൻ പറ്റുന്നേ. ചെറിയ ചെറിയ വീടുകളും വലിയ വീടുകളും. ഇവിടെ ഫോറസ്റ്റിലേക്കോട്ട് മരങ്ങളൊക്കെ ഉണ്ട്, എന്നാലും വീടുണ്ട്. പക്ഷെ ഫോറസ്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ആ സൈഡ് ഫോറസ്റ്റ് ആണെന്ന് പറയാൻ പറ്റും, പക്ഷെ ഈ സൈഡ് വീടുകളൊക്കെ ഉണ്ട്. അപ്പൊ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോ നമ്മള് നേരെ സിറ്റിയിലേക്ക് കേറി. ഇത് മറ്റേ കിട്ടുന്നില്ലല്ലോ. ഇത് ഈ സുൽത്താൻ ബത്തേരി റോഡാട്ടോ. അതപ്പോ ഞാൻ ഏറ്റവും കാറിന്റെ ബാക്ക് സീറ്റിൽ ഇറങ്ങിയിട്ട് അവിടുത്തെ വിൻഡോയിൽ നിന്ന് എടുക്കുന്ന വീഡിയോ ആട്ടോ. ഇപ്പൊ നമ്മള് ശരിക്കും സിറ്റിയിലേക്ക് കേറി. ഇനി ഫോറസ്റ്റ് കാണാൻ പറ്റില്ലെന്നാ തോന്നുന്നത്. ഇവിടെ കൊറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പൊ ഒരു പുതിയ കട കണ്ടു. ഇപ്പൊ ഒരു ഫ്രൂട്ട് കട കാണാൻ പറ്റൂട്ടോ നിങ്ങൾക്ക്. അവിടുന്നാട്ടോ ഞാൻ ആദ്യമായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിയത്. ഇവിടെ ഒരു ഫ്രൂട്ട്സ് കട. ഇവിടുന്നാണ് ആദ്യമായിട്ട് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിയത്. നല്ല ടേസ്റ്റ് ആയിരുന്നു.
പോകുന്നത് വയനാട് വന്യജീവി സങ്കേതത്തിലൂടെയാണ്. കൊറേ ചെടികളുണ്ട്, പച്ച പിടിച്ചിരിക്കുന്ന കൊറേ മരങ്ങളുണ്ട്. നമുക്ക് എണ്ണാൻ പറ്റാത്ത അത്രയും മരങ്ങൾ ഇവിടെയുണ്ട്. രാത്രി ആവാറായി. ആനയൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നേരത്തെ നിങ്ങൾ കണ്ടില്ലേ മാനകള്? ഇനി മാന കാണാൻ പറ്റൂന്ന് തോന്നുന്നു. കൊറേ വണ്ടികൾ സ്പീഡിൽ പോകുന്നുണ്ട്. അവർ ഈ മൃഗങ്ങളെ പേടിച്ചിട്ടായിരിക്കും പോകുന്നത്. ഇവിടെ കൊറേ മരങ്ങൾ ഒടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ചിലപ്പോ ആന ചവിട്ടിയിട്ടതോ ആയിരിക്കും. പച്ച പിടിച്ച പുല്ലുകള്. രാത്രിയാകുമ്പോ ഇവിടെ ഭയങ്കര തണുപ്പാവും. അതാണ് കാട്ടാട്. നിങ്ങൾ കണ്ടോ? അത് പെട്ടെന്ന് ഓടിപ്പോയിട്ട് പെട്ടെന്ന് കാണിച്ചത് കൊണ്ടാണ് ഇത്ര ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നില്ല. ഞാൻ ആദ്യമായിട്ടോ ഇവിടുന്ന് കാട്ടാടിനെ കാണുന്നേ. ഇവിടെ ഒരു ബോർഡ് പ്ലാസ്റ്റിക് ഒന്നും ഇവിടെ ഇടാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലേലും പ്ലാസ്റ്റിക് ഇവിടെ ഇടാൻ പാടില്ല കേട്ടോ. രാത്രിയാകും തോറും തണുപ്പ് കൂടിക്കൂടി വരികയാണ്.